ഉണ്ടായതാണ് ഇവന്മാര് പറക്കും കേട്ടോ. അപ്പൊ ഇവന്മാര് ഇതുണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന അണ്ണന്മാരാണേ. എന്റെ കൈ ഉണ്ടോ അവസാനം? ഇത് കണ്ടല്ലോ, നമ്മുടെ കിളിക്കൂട്ടിലുള്ള പറക്കുന്ന അണ്ണാനാണ് രണ്ടെണ്ണം. ഇവന്മാരുടെ രാവിലത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്മാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെക്കുന്ന പാത്രമാണ് ഈ പാത്രം. ക്യാമറയിലൂടെ ചാടി കയറിയാണ് കേട്ടത്. ഒരുത്തരം ഓടിക്കട്ടെ, കുഴപ്പമില്ല. ഇത് രണ്ടെണ്ണന്മാരുണ്ട്. ഇവന്മാര് കുഞ്ഞുങ്ങളാണ് കേട്ടോ, നമ്മുടെ കിളിക്കൂട്ടിൽ ഉണ്ടായതാണ്. ഇവന്മാര് പറക്കും കേട്ടോ. കണ്ടോ? അപ്പൊ ഇവന്മാര് ഇതുണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന അണ്ണന്മാരാണേ. ഷുഗർ ഗ്ലൈഡർ എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മൾ വളർത്തിയെടുത്തവന്മാരാണ്. നമ്മളോട് നല്ല ഇണക്കമുണ്ട്. അപ്പൊ ഇവന്മാർക്ക് വെള്ളം കുടിക്കാൻ വെക്കുന്ന പാത്രത്തിനകത്ത് കയറി കിടന്ന് ഉറങ്ങുന്ന ഭാഗമായിരുന്നു. പകലെല്ലാം ഇവന്മാർ നല്ല ഉറക്കമായിരിക്കും. പക്ഷെ നമുക്കിവിടെ നന്നായിട്ട് ഇവന്മാർ ഉണ്ടാകുന്നുണ്ട്, ബ്രീഡ് ആവുന്നുണ്ട്. ഇതുണ്ടോ, ദേഹം വെള്ളം വെച്ച പാത്രത്തിൽ കയറി ഇരുന്ന് നനഞ്ഞിരിക്കുന്നതാണ് പുറത്തെ കാണുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, ഇവന്മാർക്ക് നമ്മളൊരു അടിപൊളി കൂടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവന്മാർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അണ്ണാൻ്റെ കൂട്ടിലാണ് ഇവന്മാർ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ഇതെടുത്തു, ഇവന്മാർക്ക് നമ്മൾ പുതിയൊരു കൂടുണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കിളിക്കൂടിനകത്ത് ഇനി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് കുറയുന്നതുകൊണ്ട് നമ്മളിനി പുറത്താണ് ഉണ്ടാക്കുന്നത്. എവിടെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതിനകത്ത് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവുകയും ചെയ്യും. ഇത് നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകുവശമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടിയൊക്കെ ഇടുന്നുണ്ട്, അവിടെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, നമ്മുടെ കിളിക്കൂടിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൂടിൻ്റെ ഫുൾ ഡയമെൻഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടല്ലോ, ഇത്ര ഏരിയ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മെഷർമെൻറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോണേ, ഇത് ഇവിടെ നിന്ന് വരുമ്പോഴേക്ക് ഏകദേശം ഒരു ടേപ്പും ഒരു 80 ഇഞ്ച്, ഒരു 6 അടി അടുപ്പിച്ച് നീളം കാണും, ഇങ്ങോട്ടേക്ക് വീതി കാണും. അതുപോലെ ഇവിടെ വരുമ്പോഴേക്ക് ഏകദേശം ഒരു 8 അടി. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് തെങ്ങിൻ്റെ ഇവിടം വരെയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കുണ്ടല്ലോ ഇവിടെ മൊത്തം ഒന്ന് വെട്ടി നിരപ്പാക്കണം. ഇവിടെ വൃത്തിയാക്കുന്നതിന് മുമ്പുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ പെപ്പ വന്നപ്പോഴേക്ക് നമ്മൾ അരാപ്പയ്മയ്ക്ക് ഫീഡ് ചെയ്തായിരുന്നു. ആക്ച്വലി ഞാൻ ആ വീഡിയോ ചുമ്മാ എടുത്ത് വെച്ച വീഡിയോ ആണ് എന്താണെങ്കിലും, പക്ഷേ അത് ഭയങ്കര രസമുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാവേ. ചേട്ടൻ്റെ കൂട്ടത്തിലുള്ള ഫിഷിംഗ് വീഡിയോ നമ്മൾ ചെയ്തു. അപ്പം ഇത് കണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഇതെന്തിനാണെന്ന് മനസ്സിലായോ? നമുക്ക് പറക്കാനായിട്ടില്ല, മറ്റേ നമ്മുടെ മീനിന് ചേട്ടൻ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരെ കൊണ്ടും നമ്മൾ നമ്മുടെ അരാപ്പയ്മയ്ക്ക് ഫീഡ് ചെയ്യിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഇതിന് മുമ്പ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഇത് വീഡിയോ കാണുന്ന പലരും നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ഫീഡ് ചെയ്യുന്നത് എന്ത് എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്. ഞാനത് കറക്റ്റ് റിയൽ ടൈമിൽ കാണിച്ചു തരാം. ഭയങ്കര വലിയ മീനല്ലേ? കാണിച്ചു തരാം. നേരത്തെ അത് ഈ ടാങ്കിലാണ് കിടന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് അതിന്റെ വലുപ്പം കൂടിയാണ്, ഭയങ്കര വലുപ്പമായതുകൊണ്ട് ഞങ്ങൾ അതിനെ വേറൊരു ടാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ കിടക്കുന്നത് 2 പേരുണ്ട്. അത് അലിഗേറ്റർ കാർ എന്ന് പറയും. ഫിൽട്ടർ ഓഫ് ചെയ്യും. ചേട്ടൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട്. അല്ല, ഇവന്മാര് തമ്മിൽ പ്രശ്നം ഉണ്ടാവൂലേ? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല. കാര്യം എന്താ വെച്ചാലേ എല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയാണ്. എല്ലാവരും പരസ്പരം പ്രശ്നം ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു മീനിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് കഴിക്കും. നമ്മൾ പുതിയൊരു മീനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന വെള്ളം മൊത്തം കുറയ്ക്കും. ഇവർക്കൊരു അറ്റാക്കിംഗ് മോഡ് എല്ലാം വരുമ്പോഴേക്കും മീൻ ഇടും. 2 ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം കുറയ്ക്കും. പിന്നെ സെറ്റായി. പിന്നെ ഇതുകൊണ്ട് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനെ കഴിഞ്ഞ് സാഡ് ചെയ്തോളാം മീനൊക്കെ. അപ്പൊ അതിനൊക്കെ ഹണ്ട് ചെയ്യില്ല? ഇല്ല, അതാണ് അത് പേടിച്ച് നിൽക്കുന്നത്. ഹണ്ട് ചെയ്യില്ല അവര്? ഇല്ല, അതിനൊന്നും ചെയ്തില്ല. സെറ്റായി. അതിനെ അവർക്ക് മനസ്സിലായി ഇതൊന്നും ചെയ്തില്ല. ഇനിയിപ്പോ ഇതിനെ ഇവിടെ വന്ന് കൃത്യമായിട്ട് നിൽക്കണ്ടിട്ടാ. ഇത് കറക്റ്റ് അവർക്ക് കാര്യം മനസ്സിലായി നമ്മൾ ഇവിടുന്ന് ഫീഡ് ചെയ്യുന്നത്. അതൊന്നും പ്രശ്നം. പിന്നെ ഞാൻ കടലിൽ കിടന്ന് നമ്മള് മീൻ പിടിക്കലും പരിപാടിയൊക്കെ ഉള്ള ആളാ. ഞങ്ങള് അവിടെ നിന്ന് നന്നാക്കലൊക്കെ നമ്മൾ തന്നെ. അതിന് അയ്യോ, അല്ലാതെ ഞാൻ ചൂണ്ടിടാൻ പോവാറുണ്ട്. അതെ, നമ്മള് ചിലപ്പോ ലക്ഷദ്വീപല്ലേ, ലക്ഷദ്വീപിലായിരിക്കും. ഓൾറെഡി ഞാൻ കുറെ പ്രാവശ്യം ഞങ്ങളും ചാറ്റിംഗ് ഉള്ള ഇൻസ്റ്റാഗ്രാമില് കുറെ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തതാ. അന്ന് ചേട്ടന്റെ കൈക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് മാലയെല്ലാം പിടിച്ചിട്ട് മാക്സിമം അടുത്തോണ്ട് ചേട്ടൻ എത്ര അടുത്തുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റും അത്ര അടുത്തോണ്ട് ഫീഡ് ചെയ്തു. എന്റെ കൈ ഉണ്ടോ അവസാനം? ഇല്ല, വല പിടിച്ചാൽ റെഡിയാണ്. എവിടെ വരെ വന്നം? ചേട്ടന് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്തോ. ചാടുവോ? ചാടത്തൊന്നുമില്ല. ഇടട്ടെ? എന്റെ അമ്മ, എന്തോടാ! അയ്യോ, ആരെ കൊണ്ടുപോയത് മനസ്സിലായില്ല. അതാണ് സംഭവം. അടുത്ത് കൊടുത്താലോ? ഞാൻ ഇല്ലില്ല, എന്റെ അമ്മ ഒന്നും മനസ്സിലായോ? ഇല്ല, അത് മനസ്സിലായില്ല. ഇതാണ് സംഭവം കേട്ടോ. നമ്മൾ ഈ അറബി വിചാരിക്കും ഇത് നമ്മള് ചുമ്മാ കാണിക്കുന്നത്, അങ്ങനെയല്ല. ഇത് സംഭവം മനസ്സിലാകത്തില്ല.
അടുത്ത് കൊടുക്കട്ടെ? ഇത് ഭയങ്കര രസമായി ഫീഡിങ്. അയ്യോടാ, കിട്ടാത്ത കിട്ടിയവൻ തന്നെ ആയിരിക്കോ? അതാണ് സങ്കടം. ഇല്ല, മിക്കവാറും അതിനായിരിക്കും കിട്ടിയത്, അല്ലെങ്കിൽ ഇവനോട് നിൽക്കത്തില്ല. ഭയങ്കര ഇവന് കൊടുക്കാൻ പറ്റുമോ? അവൻ അത്ര ആഗ്രഹിച്ചില്ല, കടിച്ചു പിടിച്ചു. അവന്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന കേട്ടോ. അയ്യോ, അത് പുള്ളി മേടിച്ചില്ല. അത് ഇപ്പൊ മിക്കവാറും തന്നെ തട്ടി. ചേടാ, ഒരു ദിവസം അത് റെപ്റ്റൈൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അതും ഈ കാറ്റഗറി തന്നെയാണ്. അല്ല, അതും പ്രെഡേറ്റർ ആണ്. പക്ഷെ അവൻ അങ്ങനെ അറ്റാക്ക് ചെയ്തില്ല. ഇതുപോലെ അവനിങ്ങനെ ഡെഡ് ആയിട്ട് കിടക്കുന്നതിനൊക്കെ അവൻ എടുത്തോണ്ട് പോകത്തേ ഉള്ളൂ. ഇത് ശരിക്കും എത്ര കിലോ വരും? 150 കിലോ. നമ്മുടെ ഈ ഒരു ടാങ്കിന്റെ എത്ര നീളമാവും? എന്റെ അമ്മേ, നിങ്ങൾ വലിയ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോ റൗണ്ട് ചെയ്തതിന്റെ ഉദ്ദേശം അതാ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങി കിടക്കാലോ. ചതുരമാകുമ്പോൾ അവന്മാർക്ക് തിരിയാൻ പറ്റത്തില്ല. ചേടാ, അടിപൊളി. ചേട്ടൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ മറ്റേ ഞങ്ങൾ മറ്റേ അടുത്ത കൊണ്ടുവന്ന് ഫീഡ് ഇങ്ങനെ തൊട്ടടുത്ത് എന്റെ അമ്മേ, അടുത്ത് വരുന്നതല്ലേ. ഇതിപ്പോ നമ്മളൊരു ഇല എടുത്തിടുവാണെങ്കിൽ അമ്മേ, ആ സൗണ്ട് കേൾക്കുമ്പോ നമ്മള് മേടിച്ചു. എന്റെ അമ്മേ, ഇവന്മാരെന്തായാലും കലക്കിട്ടോ, ഒന്നും പറയില്ല. കണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഒന്ന് വെട്ടി നിരത്തി ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടല്ലോ, ഇവിടെ നിന്ന് പനിക്കൂർക്കയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇവിടെ നിന്ന് പറിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഉണ്ട് പനിക്കൂർക്ക. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് കിളികൾക്ക് കൊടുക്കാതെ. ഇത് അവർക്ക് നല്ലതാണ്. പണ്ട് വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ കിളികൾക്ക് ഏറ്റവും തുറന്നിടി. ഇത് ഇവിടെ ഒരാൾ പണി സ്ഥലത്തു നിന്ന് മാറ്റാൻ വേണ്ടി കിളിക്കൂട്ടിലോട്ട് കൊണ്ടുപോകണം അവളെ. അല്ലെങ്കിൽ ഇതെന്നാ, ഇത് കിളിക്ക് കൊടുക്കാം കുഞ്ഞോ. ഇല കൊടുക്കാൻ പോവാണേ കിളിക്ക്. കുഞ്ഞുമാരെ ഒരു ഇല പിടിച്ചോ, കിളിക്ക് കൊടുത്തോ. എന്നാ തത്തയ്ക്ക് കൊടുത്തോ കേട്ടോ. തത്തയോട് വന്ന് കഴിച്ചോളാൻ പറയണേ. തത്തേനെ വിളിച്ചേ, വാ വരാൻ പറ. ഇല തരാന്ന് പറ. ഇല തരാം കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് ഫുള്ള് ലെവൽ ചെയ്യണം. നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കിയ ചേട്ടന്മാർ തന്നെയാണ് ഇത് പണിയുന്നത്. അവർ വന്ന് കഴിഞ്ഞ ദിവസം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയായിരുന്നു. അയ്യോ, ഒരു പനിക്കൂർക്കൂടെ കിടക്കുന്നു. ഇതിവിടെ കിടന്നോട്ടോ, അമ്മമാർ തിന്നോളും. അപ്പോൾ ചേട്ടന്മാർ തന്നെയാണ് ഇത് പണിയുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലവും കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങോട്ടേക്കുള്ള നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു പനിക്കൂർക്കുണ്ട്, അത് നമുക്ക് രണ്ടാമത് എടുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്ഥലം ഒന്ന് ലെവലാക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പറയാം ഇത് നമ്മൾ ഫുള്ളായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മരം അതവർ പണിയാൻ വരുമ്പോഴേക്കും നമുക്ക് വെട്ടണം വേണ്ട തീരുമാനിക്കുക. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിർത്താം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഈ കപ്പളം എന്താണ് നമുക്ക് വെട്ടി കളയേണ്ടി വരും. അപ്പോൾ ഈ സ്ഥലം കണ്ടല്ലോ, നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതെന്താണ് നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കുന്ന സ്ഥലമല്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10 അടി മേളിൽ പൊക്കമുള്ളൊരു മതിലുമുണ്ട്. നമുക്ക് ഐഡിയലി പുറകുവശം ഒന്നും ചെയ്യേണ്ട, നാച്ചുറലായിട്ട് റോ ആയിട്ട് അങ്ങനെ തന്നെ നിർത്താം. അപ്പോൾ ഇവന്മാർക്ക് മതിലേക്കൂടെ കയറി നടക്കണമെങ്കിൽ മതിലേക്കൂടെ കയറി നടക്കാം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോഴേക്കും ഇവിടെ ആയിരിക്കും സ്റ്റെപ്പ് വരുന്നത്. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു തെങ്ങ് നിൽക്കുന്ന ഈ ഒരു പോർഷൻ വരെ, തെങ്ങ് നമ്മൾ അകത്താക്കി പണിയാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് പൊങ്ങി പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ മരം അകത്താക്കിയാണേ. അപ്പോൾ ഈ ഒരു പോർഷൻ വരെയാണ് നമ്മുടെ കൂട് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 അടി തൊട്ട് 10 അടി വരെയാണ് കൂടിൻ്റെ വീതി എന്ന് പറയുന്നത്. നീളം പറയുമ്പോഴേക്കും ഏകദേശം 6 അടി ആയിരിക്കും. പൊക്കം ഏകദേശം 10 അടി ആയിരിക്കും. അപ്പോൾ ബാക്ക് വരുന്നത് ഈ മതിലായതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ആ മതിൽ അങ്ങനെ തന്നെ നിർത്താം. അതിനുശേഷം മേളിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പകുതി മഴ പെയ്യുന്ന രീതിയിലും പകുതി ഓപ്പണായിട്ട് പകുതി വെയിലുള്ള രീതിയിലായിരിക്കും നമ്മൾ പണിയുന്നത്. ഇവിടെ ഒരാൾ കിളിക്കൂട് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് പറയാൻ വന്നിട്ടുണ്ട്. നീ അവിടെ കയറി നടന്നോടി. നമ്മൾ പണിയുന്നതിന് മുമ്പ് ഇവിടെ ആദ്യമേ നമ്മളൊരു 2 നില കട്ട അല്ലെങ്കിൽ 1 നില കട്ട വെച്ച് പൊക്കും. നമ്മുടെ കിളിക്കൂട് ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബേസ് പണിതേക്കുന്ന കൂട്ട് തന്നെ നമ്മൾ 1 നില കട്ട വെച്ച് കെട്ടിയതിന് ശേഷം അതിനകത്ത് ഫുള്ള് മണലായിരിക്കും വിടുന്നത്. മണൽ വിടും. ഇതിനകത്തൊരു ചെറിയൊരു കുളവും വരും. അതായത് ജസ്റ്റ് ഇവന്മാർക്ക് വെള്ളം കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു കുഞ്ഞു കുളം, നമ്മൾ കഴിഞ്ഞ ദിവസം താറാവിനിടാൻ വേണ്ടി മേടിച്ച ആ ഒരു കുളം ഇതിനകത്ത് പണിയും. അതിനുശേഷം ഇതിൻ്റെ മേളിലേക്ക് ഓപ്പണായിട്ടായിരിക്കും പണിയുന്നത്. പക്ഷേ പണിയുന്നത് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. എന്താണെങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റ് ചേട്ടൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട എന്നാണ് കുഞ്ഞോ, എന്നതാ അവിടെ ഒച്ചിനെ തൊടാൻ പറ്റുമോ? അയ്യേ, എങ്ങനെയാ പറയുന്നേ? എന്തോ പറയുന്നുണ്ട്. എന്നാ അത്?
അയ്യേ എങ്ങനെയാ? അയ്യോ പോട്ടെ, അത് പൊക്കോട്ടെ, ഇങ്ങനെ തൊടണ്ട കേട്ടോ, പൊക്കോട്ടെ. അയ്യോ അത് തൊട്ടോ, കുഴപ്പമില്ല, അതൊക്കെ തൊട്ടോ, അതൊക്കെ ഇലയാ കേട്ടോ, തൊട്ടോ കേട്ടോ. അയ്യോ എങ്ങനെയാ പറഞ്ഞേ? കണ്ടോ, അതിനൊന്ന് കണ്ടോ, ഈ സാധനത്തിനെ കണ്ടോണ്ടാണ് അവള് വന്ന് പറയുന്ന ഒച്ച വെച്ചെന്ന് കേട്ടോ. അയ്യോ അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മെറ്റീരിയൽസ് നമുക്ക് അടുത്ത ദിവസം അയച്ചു തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയോ നാളെയോ തിങ്കളാഴ്ച നമ്മൾ മെറ്റീരിയൽസ് എടുക്കും. അങ്ങനെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പണി തുടങ്ങും. 3 ദിവസം മതി ഇത് പണിത് തീരാനായിട്ട്. അപ്പോൾ പാർട്ട് 2 ഉടനെ വരുന്നതാണ് കേട്ടോ. വേറെ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാടി, നമ്മുടെ സ്പ്രിംഗ്ലർ ചെയ്തത് അത് വെർത്താണോ അതോ നമ്മൾ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണോ എന്ന്. ഇവിടെ ഒരാളെ പിടിച്ച് കയറ്റൊന്നും വേണ്ട, അവൾ ആ വഴിക്ക് അങ്ങ് പൊക്കോളും. ഓടിപ്പോയി കയറിക്കോ, കയറിക്കോ. ആ കയറാനൊക്കെ അറിയാവേ, തന്നെ കയറി വന്നോളും. അപ്പം പോവാണേ, ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഷുഗർ ഗ്ലൈഡറിൻ്റെ ഒരു സെപ്പറേറ്റ് ഏവിയറി തന്നെയായിരിക്കും നമ്മൾ പണിയുന്നത്. അതിനകത്ത് മരങ്ങളും ചെടികളും ഒക്കെ നമ്മൾ വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത് പിന്നായിട്ട് ആരും വന്നില്ലേ? എടി എവിടെയാ വെള്ളം ലീക്കാവുന്നേ? അണ്ണാടെ അത് പിടിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞ ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ ഇട്ട പൈപ്പ് വിട്ടുപോയിട്ട് ഇതിനകത്ത് നിറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ടാങ്ക് ഫുള്ള് വെള്ളമായി. അയ്യോ അതിൻ്റെ ഉത്തരവാദി കുഞ്ഞുമറിയാണ് ഇവിടെ കിടന്ന് കുത്തി മറിയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ സ്പ്രിംഗ്ലർ ഓണാക്കി കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് സ്പ്രിംഗ്ലർ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കിളിക്കൂട്ടിന് നാച്ചുറൽ ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു സൈഡിൽ ഈ ഒരു ചെടി ഉണ്ടായി വന്നിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ചെടികളൊക്കെ ഉണ്ട്. ഇതൊന്നും നേരത്തെ നമ്മുടെ കിളിക്കൂട്ടിലില്ലായിരുന്നേ. ഇതിപ്പോൾ ഈ ഇടയായിട്ടാണ് ഇതൊക്കെ ഉണ്ടായി വരാൻ വേണ്ടി തുടങ്ങിയത്. അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ചെടികൾ ഉണ്ടായി വരുന്നുണ്ട്. ഓണാക്കിയോ അപ്പേ? ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഞാൻ എൻ്റെ തൊട്ടടിയിലാണ് നിൽക്കുന്നത്. നനയും ചെയ്തുണ്ടല്ലോ, കണ്ടല്ലോ നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ. അതുപോലെ തന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എസ്പെഷ്യലി നമുക്ക് ഏവിയറി സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുക. ഇതിനെങ്ങാണ്ട് വളരെ ചെറിയ മുടക്കേ ഉള്ളൂ. 2000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാനായിട്ട് വരും. ഇത് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, എത്ര ചൂടുള്ള സമയമാണെങ്കിൽ പോലും നമ്മുടെ കിളികൾക്ക് അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ രാവിലെ വൈകിട്ടും ഒരു 10 മിനിറ്റ് വെച്ച് ഇടുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട് ഫുള്ള് തണുത്ത് കിടക്കും. എന്നാടാ നനയാണോ കൊച്ചിന്? മഴയത്ത് പോകണോ? മഴയത്ത് പോകണോ കൊച്ചിന്? നനയണമെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ എന്ത് രസമായിട്ടാണ് തോന്നുന്നത്. ഇത് കിളികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിട്ട് കഴിയുമ്പോഴേക്കും കുളിക്കാൻ വേണ്ടി വരും കുറേ പേര്. എസ്പെഷ്യലി നമ്മുടെ ലോറീസൊക്കെ കുളിക്കുന്നത് ഇതിട്ട് കഴിയുമ്പോഴാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും തന്നെ ഒരു 10 മിനിറ്റ് 15 ദിവസം ഒന്നുകിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മളിതിട്ട് കിളിക്കൂട് ഫുള്ള് നനയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ വീണ്ടും ബാക്ക് ടു നോർമലായി വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇവന്മാരെ കണ്ടോ? ഇവന്മാർ മഴ നനയാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങ് ദൂരേന്ന് പറന്ന് വന്നതാണ്. ഇനി കുറേ നേരം ഇവന്മാർ മഴയത്തിരുന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കും. അല്ല അവന്മാരെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ എന്ത് രസമായിട്ടിരിക്കുന്നു. എനിക്ക് ദേഹത്തൊന്നും ഒരു പൊടി പോലും ഇല്ല. നമ്മുടെ കിളിക്കൂട് മഴ പെയ്യുമ്പോൾ ഈ ഒരു ആംബിയൻസ് ആണ്. ശരിക്കും പുറത്ത് നല്ല ചൂടാണ് കേട്ടോ, ഇതുപോലെയല്ല. അപ്പോൾ അകത്തേക്ക് കയറുമ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേക്കും കിളികൾക്ക് നല്ല ആശ്വാസമാണ്. അടിപൊളി. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു മഴയൊക്കെ മിസ് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് മഴ പെയ്ച്ച് മഴ നനയാം. നമ്മൾ ചുമ്മാ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഈ കിളിക്കൂട്ടി വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മൂലയ്ക്ക് ഇവിടെ ഒരു കസേര ഇടാനായിട്ട് പറ്റും. അതിനുശേഷം ഈ മഴ ഓണാക്കിയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് കണ്ടോ 2 പേരോട് വർത്തമാനം പറയാൻ വേണ്ടി വന്നേക്കുന്നതാണേ. എന്നാ ബാ എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വർത്തമാനം പറഞ്ഞാൽ കൊള്ളാം, അവിടെ നിന്നൊന്നും താഴേക്ക് ഇട്ടേക്കില്ലേ. അപ്പോൾ ഇതേ കണ്ടല്ലോ. അതുകൂടാതെ നമ്മൾ വെച്ച ആമ്പലുകൾ ഞാൻ കാണിച്ചുതരാം. നമ്മളിവിടെയൊക്കെ ആമ്പൽ വെച്ചായിരുന്നു, അതെല്ലാം പോയി. ഇത് പിടിച്ചു, ഒരെണ്ണം പിടിച്ചു, 2, 3 എണ്ണം പിടിച്ചു കേട്ടോ. ബാക്കി എല്ലാ ആമ്പലും പോയി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് നേരം മഴ നനയാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെവിൻ സിറേഖ്, കുഞ്ഞുമറിയം, അഞ്ജു. ഇതിനകത്ത് എന്നാ കുഞ്ഞുമറിയം? കോഴിയോ? കോഴിയല്ല, എന്നതാ ഇതങ്ങോട്ട്? എന്നാടാ എന്നാ അതിനകത്ത്? എന്നാ കുഞ്ഞുമറിയം? ചെമ്പല്ലി. തുറക്കാം.
എന്നാടാ ഇത്? അയ്യോ എന്നാടാ ഇതുണ്ടാ ഞങ്ങള് ചൂട് അയ്യോ കൊടുത്തോ കോലാപ്പി അവൻ കുത്തുവോ സുന്ദരൻ ഓല എടുത്തോ അപ്പോ എന്നടാ നീളമുള്ള മീമിയാ കേട്ടോ ഇവിടെ കിടക്കുന്നേ. ഇതിനെല്ലാം വളർത്താൻ പോയി ഞങ്ങൾ കുളത്തിയിട്ട്.